കണ്ണൂർ മണ്ഡലത്തിൽ വീണ്ടും മത്സരത്തിന് കടന്നപ്പള്ളി രാമചന്ദ്രൻ ഒരുങ്ങുന്നു. കണ്ണൂർ മണ്ഡലം കോൺഗ്രസ് എസിന് നൽകാൻ LDFിൽ തീരുമാനമായി. സീറ്റ് CPM ഏറ്റെടുക്കുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. കണ്ണൂരിൽ ജയസാധ്യത ഏറ്റവും കൂടുതൽ കടന്നപ്പള്ളിക്കാണെന്നാണ് LDF വിലയിരുത്തൽ. കോൺഗ്രസിൽ K സുധാകരൻ മത്സരിക്കുന്നതിനായി ഹൈക്കമാൻഡിൽ ശക്തമായ സമ്മർദ്ദം തുടരുകയാണ്. മനോജ് മൈൽ ചേരുന്നുണ്ട്. മനോജ്, കണ്ണൂർ മണ്ഡലത്തിൽ വീണ്ടും മത്സരത്തിന് കടന്നപ്പള്ളി രാമചന്ദ്രൻ ഒരുങ്ങുകയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? മൂന്നാം തവണയും അത്ഭുതം കാണിക്കുമെന്ന് തന്നെയാണോ? പ്രതിഭ, കണ്ണൂർ സീറ്റ് കോൺഗ്രസ് എസിന് നൽകാൻ തീരുമാനിച്ചതോടെ കടന്നപ്പള്ളി എന്ന ഒറ്റ പേര് മാത്രമാണ് LDF നേതാക്കളുടെ മനസ്സിലുള്ളത്. കണ്ണൂരിൽ മൂന്നാം അംഗത്തിന് കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇറങ്ങുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ വലിയ അത്ഭുതം കാട്ടിയ നേതാവാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. അപ്പോൾ കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ ജയസാധ്യത കടന്നപ്പള്ളി രാമചന്ദ്രന് തന്നെയാണെന്ന് LDF വിലയിരുത്തുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് സീറ്റ് കോൺഗ്രസ് എസിന് തന്നെ നൽകാൻ LDFിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഇക്കാര്യം കോൺഗ്രസ് എസിനെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ മണ്ഡലത്തിലാകെ സജീവമാകാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും LDFിന്റെ ഭാഗത്തു നിന്നും കടന്നപ്പള്ളി രാമചന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ സീറ്റ് എന്ന് പറയുന്നത് ഒരു ഭാഗ്യ സൂചക ഘടകം കൂടിയാണ് LDFിനെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ കണ്ണൂർ മണ്ഡലത്തിൽ LDF വിജയിക്കുകയും ഒരു ഭരണത്തിലേക്ക് LDF പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഒരു ഭാഗ്യ ഘടകം എന്നുള്ള രീതിയിൽ കൂടിയാണ് കടന്നപ്പള്ളി രാമചന്ദ്രന്റെ വിജയത്തെയും LDFിന്റെ വിജയത്തെയും LDF നേതാക്കളടക്കം കാണുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. കണ്ണൂർ എന്ന് പറയുന്നത് UDFിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊന്നാപുരം കോട്ട എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നിയമസഭാ മണ്ഡലമാണ് കണ്ണൂർ. അവിടെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ പരാജയം അത് UDF നേതൃത്വത്തെ, കോൺഗ്രസ് നേതൃത്വത്തെ ആകെ ഞെട്ടിക്കുന്നതായിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു വ്യക്തിപരമായ ഒരു നേട്ടം എന്ന രീതിയിലേക്ക് കൂടി നമുക്കതിനെ കാണാൻ കഴിയും. LDFിന്റെ എല്ലാ സംവിധാനങ്ങളും ശക്തമായി തന്നെ പ്രവർത്തിച്ചു എങ്കിൽ കൂടി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന നേതാവ്, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് അപ്പുറം വലിയ രീതിയിലുള്ള ഒരു പിന്തുണ കിട്ടി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേ രീതിയിൽ തന്നെയുള്ള ആ പിന്തുണ തന്നെയാണ് LDF വീണ്ടും പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുമൊക്കെ കണ്ണൂർ നിയമസഭാ സീറ്റിൽ UDFിന് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് 20,000-ന് മുകളിലാണ് അവിടുത്തെ ഭൂരിപക്ഷം. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വോട്ട് ഈ രീതിയിൽ തന്നെയാണ് എന്നാണ് UDF നേതൃത്വം കണക്ക് കൂട്ടുന്നത്. എന്തു വന്നാലും ഇത്തവണ കണ്ണൂർ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം UDFിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ വീഴ്ചകളൊക്കെ തന്നെ പരിഹരിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നാണ് കനകോലുവിന്റെ റിപ്പോർട്ടിലും പറയുന്നത്. കാരണം കഴിഞ്ഞ 2 തവണയും അമിത ആത്മവിശ്വാസമാണ് UDFിന് വിനയായത് എന്നാണ് UDFിന്റെ വിലയിരുത്തൽ. ഇത്തവണ പക്ഷേ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന നേതാവ്, അദ്ദേഹത്തിന്റെ ഒരു ജനങ്ങളിലേക്ക് ആഴ്ന്ന് ഇറങ്ങാനുള്ള ഒരു കഴിവ്, അത് തന്നെയാണ് LDFിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. കണ്ണൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് വികസനപരമായ കാര്യങ്ങൾ 1000 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കണ്ണൂർ മണ്ഡലത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് LDFിന്റെ അവകാശവാദം. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും അതുതന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏതാണ്ട് 7.5 വർഷത്തിലധികം മന്ത്രിയായി കടന്നപ്പള്ളി രാമചന്ദ്രൻ നമുക്കിടയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം കണ്ണൂർ നഗരത്തിൽ ഒരു വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് തടസ്സം കോർപ്പറേഷനാണ് എന്ന ആക്ഷേപം LDF ഉയർത്തുന്നുണ്ട്. അതേ ആക്ഷേപം തന്നെയാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഉയർത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് 700-ലധികം കോടി രൂപ അനുവദിച്ചിട്ടും ആ പദ്ധതി നടപ്പാക്കാൻ കഴിയാത്തത് പല വിധത്തിലുള്ള രാഷ്ട്രീയ എതിർപ്പുകളുടെ അടിസ്ഥാനത്തിലാണ്. പലരും കോടതിയിൽ പോയി. അതിലൊക്കെ രാഷ്ട്രീയമുണ്ട് എന്നുള്ളൊരു ആക്ഷേപമാണ് മന്ത്രി നേരത്തെ പല സംഭാഷണങ്ങളിലും പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെയാണ് തെക്കി ബസാർ ഫ്ലൈ ഓവറുമായി ബന്ധപ്പെട്ട പ്രശ്നം. ആ ഫ്ലൈ ഓവർ ഏതാണ്ട് 3 വർഷം മുമ്പ് തന്നെ യാഥാർത്ഥ്യമാകേണ്ട ആ പദ്ധതിക്കും ഇത്തരം കേസുകൾ വലിയ രീതിയിലുള്ള ഒരു തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യം, ഇതിനൊക്കെ പിന്നിൽ രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ നഗരം വികസിക്കുന്നതിന് തടസ്സം നിന്നു എന്നുള്ളൊരു ആക്ഷേപം, ഗുരുതരമായ ആക്ഷേപം LDF ഉയർത്തുന്നുണ്ട്. അതേ ആക്ഷേപം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഉയർത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്നതും ഇത് തന്നെയാകും എന്ന കാര്യവും ഉറപ്പാണ്. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ അപ്പുറത്തേക്ക് വലിയ രീതിയിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നാണ് LDFിൻ്റെയും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും
അവകാശവാദം. അതോടൊപ്പം തന്നെയാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങളുമായി അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരു ബന്ധമാണ്. ഒരു മന്ത്രി എന്ന രീതിയിലുള്ള ഒരു പരിവേഷങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ പരമാവധി കടന്നപ്പള്ളി രാമചന്ദ്രൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ക്ലബിൻ്റെ വാർഷികമാണെങ്കിൽ പോലും അവിടെ മന്ത്രി ഉദ്ഘാടകനായി എത്തുക എന്നുള്ള രീതിയിൽ ഏറ്റവും ചെറിയ പരിപാടികളായാൽ പോലും കണ്ണൂരിലുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുക എന്നത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഒരു ശീലമാണ്. അത് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം കൂട്ടുന്നതിന് നിർണായകമാവുകയും ചെയ്തിട്ടുണ്ട് എന്നതും നമുക്ക് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും നമ്മളത് കണ്ടതാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന നേതാവ് ജനങ്ങളിലേക്ക് പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. പക്ഷേ ഏറ്റവും പ്രധാനമായ കാര്യം ഈ വ്യക്തിപരമായ ഈ നേട്ടം ഏത് രീതിയിൽ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചായിരിക്കും കണ്ണൂരിൽ LDFന്റെ വിജയം എന്നത് ഉറപ്പാണ്. രാഷ്ട്രീയമായി UDFന് വലിയ മേൽക്കോയ്മയുള്ള മണ്ഡലമാണ് കണ്ണൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥി ആരാകും എന്നതും വലിയ ആകാംക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. കെ സുധാകരൻ ശക്തമായ സമ്മർദ്ദവുമായി ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. 110% കണ്ണൂരിൽ മത്സരിക്കും, ഉറപ്പ് എന്ന് പറയുന്ന കെ സുധാകരനെ നമ്മൾ കണ്ടു. അപ്പോൾ ഒരു സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് കെ സുധാകരൻ പോയി എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ അത്രയ്ക്കും 110% ഉറപ്പ് കെ സുധാകരന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അവരും പറയുന്നത്. പക്ഷേ ഹൈക്കമാൻഡ് ഇപ്പോഴും പറയുന്നത് MP മാർ മത്സരിക്കുന്നത് ഗുണം ചെയ്യുമോ എന്നുള്ള ഒരു സംശയം ഇപ്പോഴും അവർ ഉയർത്തുന്നുണ്ട്. അങ്ങനെ കണ്ണൂർ സീറ്റിന്റെ കാര്യത്തിൽ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള തർക്കം അല്ലെങ്കിൽ ആശയക്കുഴപ്പമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. കെ സുധാകരൻ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നുള്ള രീതി എന്നാണ് ഇപ്പോൾ കെ സുധാകരനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. പക്ഷേ ഹൈക്കമാൻഡ് ഇപ്പോഴും പറയുന്നത് MP മാർ മത്സരിക്കുമ്പോൾ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം ഉണ്ടാകും. അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിക്ക് കാരണമായേക്കും എന്നുള്ള രീതിയിലാണ് അവർ അതിന് വിശേഷിപ്പിക്കുന്നത്. എന്തായാലും കെ സുധാകരൻ മത്സരിക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും കണ്ണൂരിൽ നടപ്പാക്കിയിട്ടുണ്ട്. അദ്ദേഹം എല്ലാ ചെറിയ പ്രശ്നങ്ങളിൽ പോലും കഴിഞ്ഞ ദിവസം ഒരു വഴി തർക്കത്തിൽ പോലും അദ്ദേഹം ഇടപെട്ടുകൊണ്ട് അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ് കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന രീതിയിലുള്ള ഒരു മുന്നൊരുക്കം എന്നൊരു രീതിയിൽ തന്നെയുള്ള പ്രവർത്തനം കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കെ സുധാകരനും കടന്നപ്പള്ളി രാമചന്ദ്രനും തമ്മിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് കണ്ണൂർ നീങ്ങുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ വന്നാൽ സംസ്ഥാന രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്ന ഒരു മത്സരമായി കണ്ണൂരിലെ രാഷ്ട്രീയ ചിത്രം മാറും എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും UDFന്റെ സ്ഥാനാർത്ഥി ആര് എന്നാണ് ഇനി അറിയേണ്ടത്. കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ LDFന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. കെ സുധാകരൻ പറഞ്ഞതുപോലെ കടന്നപ്പള്ളി 110% കണ്ണൂരിൽ ഉറപ്പായി കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം മാത്രം. അതിനുശേഷം ഉടനടി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ട എല്ലാ ഒരുക്കങ്ങളും കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തയ്യാറാക്കി കഴിഞ്ഞു. കണ്ണൂരിൽ 3ാം അംഗത്തിന് കടന്നപ്പള്ളി ഒരുങ്ങുകയാണ്. എതിരാളി ആര്? ഇതാണ് ഏവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കാര്യം. പ്രതിഭ.